നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യരാശിയെ 4 മണിക്കൂർ കൊണ്ട് താൻ തുടച്ചു നീക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ്. നെഞ്ചിടിപ്പിന്റെ ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു ഇന്നലെ കടന്നുപോയത്. പ്രാദേശിക സമയം രാത്രി 8 മണി. അതായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ ഒരു മനുഷ്യരാശി അവശേഷിക്കില്ല എന്നതായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആക്രമിച്ച് തകർക്കുമെന്ന ഭീഷണി. മറുവശത്ത് അമേരിക്ക ഒരുപക്ഷെ ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന അഭ്യൂഹങ്ങൾ. ആവർത്തിച്ചുള്ള ട്രംപിന്റെ മുന്നറിയിപ്പുകൾ. ഇപ്പോഴിതാ ചില ചാനലുകളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ട്രംപിനെ പരിഹസിക്കുന്നത് പവനായി ശവമായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ ഒരൊറ്റ രാത്രി എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അമേരിക്ക ആക്രമണത്തിൽ നിന്ന് പിന്നോക്കം പോയത്? അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയ തോൽവിയാണോ? തങ്ങളുടെ 10 ഉപാധികൾ US സ്വീകരിച്ചുവെന്നാണ് ഇറാനികൾ പറയുന്നത്. അവർ തെരുവുകളിൽ ആഘോഷ നൃത്തം ചെയ്യുന്നു. മറുവശത്ത് അമേരിക്ക അവകാശപ്പെടുന്നത് ഇത് ഉജ്ജ്വല വിജയമെന്ന്, ട്രംപിന്റെ വിജയമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധ യുദ്ധത്തിൽ ശത്രുവിന് ചരിത്രപരമായ തകർപ്പൻ പരാജയം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇറാൻ ജനതയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അവർക്ക് നരകം മാത്രമാണ് മുന്നിലുള്ളത്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഒടുവിൽ ട്രംപ് എന്തുകൊണ്ട് അനുനയത്തിലെത്തി? ഒടുവിൽ പ്രസിഡന്റ് ട്രംപ് തൽക്കാലത്തേക്ക് തന്റെ കലിയടക്കി. ഇറാന് 2 ആഴ്ച സാവകാശം വേണമെന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഒരു താൽക്കാലിക വെടിനിർത്തലിൽ താൻ എത്തിയതെന്ന് ട്രംപ് പറഞ്ഞു. ഈ 2 ആഴ്ചയ്ക്കകം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്ന് ഇറാൻ സമ്മതിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമുസ് തൽക്കാലത്തേക്ക് തുറക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്ന ഒരു കരാറിലാണ് ട്രംപ് എത്തിയതെങ്കിൽ ഇത് ട്രംപിന്റെ വിജയം തന്നെ. അനുകൂല തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ ഇറാനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്ന് ട്രംപും അതിനു പിന്നാലെ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഇറാനെതിരെ ഉപയോഗിക്കുമെന്നാണ് വാൻസ് പറഞ്ഞത്. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ ഭീഷണി ആവർത്തിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റും. കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് വ്യക്തമായി അറിയുന്നയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് വാൻസ് പറഞ്ഞു. വലിയ തലവേദനയുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എണ്ണയും വാതകവും സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു ലോകമാണ്. ആളുകൾക്ക് ജോലിസ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയണം. ഇറാൻ സാമ്പത്തിക ഭീകരപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങളുണ്ട്. പ്രസിഡന്റിന് അത് ഉപയോഗിക്കാനുള്ള തീരുമാനമെടുക്കാം. ഇറാൻ അവരുടെ സമീപനം മാറ്റുന്നില്ല എങ്കിൽ അവ ഉപയോഗിക്കാൻ അമേരിക്ക നിർബന്ധിതരാകും. ഒടുവിൽ തണുത്ത മനസ്സുകൾ വിജയിച്ചു, കുറഞ്ഞത് കുറച്ചു കാലത്തേക്കെങ്കിലും. വാഷിംഗ്ടൺ സമയം 6:32 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ കുറിച്ചു. ഒരു നിർണായക സമാധാന കരാറിന് വളരെ അടുത്തെത്തി. സമയപരിധി അവസാനിക്കുന്ന 8 മണിക്ക് മുൻപ് തന്നെ ഏകദേശം 6 മണിയോടെ അമേരിക്ക കാർഗ് ദ്വീപിനെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതോടെയാണ് ലോകം കൂടുതൽ ആശങ്കയിലമർന്നത്. ഇറാനിയൻ ഊർജ്ജ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം തുടരുമെന്ന ഒരു പൊതുപ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. ഇതിനിടയിൽ ഇസ്രയേൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഒരു മുഴുവൻ നാഗരികതയും ഇന്ന് രാത്രി മരിക്കും എന്ന ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. മുന്നറിയിപ്പിൽ നിന്ന് പിൻവാങ്ങിയാൽ തന്റെ വിശ്വാസ്യത ദുർബലപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനറിയാം. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. എന്നാൽ എല്ലാറ്റിനും ഒടുവിൽ ഒരു താൽക്കാലിക കരാറിലെത്തി എന്ന ട്രംപിന്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിരുന്നു. ഏറെ ദുഷ്കരമായ യാത്രയാണ് അമേരിക്ക തുടങ്ങിവെച്ചത്. ഈ യുദ്ധം അന്തിമമായി അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. ഒരു അമേരിക്കൻ പ്രസിഡന്റ് സമാനമായ ഒരു ഭീഷണി ഇന്നേ വരെ ഉയർത്തിയിട്ടില്ല. ട്രംപിന്റെ അമ്പരപ്പിക്കുന്നതും പ്രകോപനപരവുമായ ആ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ ആശങ്കയോടെ കേട്ടുനിന്നു. ഒരു ആധുനിക US പ്രസിഡന്റ് ഇന്നുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു മുന്നറിയിപ്പാണ് ട്രംപിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 2 ആഴ്ച വെടിനിർത്തൽ ഒരുപക്ഷെ ശാശ്വത സമാധാനത്തിലെത്തിയാലും ഇറാൻ യുദ്ധവും ട്രംപിന്റെ സമീപകാല വാക്കുകളും ലോകം അമേരിക്കയെ കാണുന്ന രീതിയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. ഒരു കാലത്ത് ലോകമെമ്പാടും സ്ഥിരതയ്ക്കായുള്ള ശക്തിയായി സ്വയം രൂപപ്പെടുത്തിയ ക്രമമായിരുന്നു അമേരിക്കയുടേത്. ആ രാഷ്ട്രം ഇപ്പോൾ അന്താരാഷ്ട്ര ക്രമത്തിന്റെ അടിത്തറയിളക്കുന്നു.
ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തകർന്നു വീഴുന്ന മാനദണ്ഡങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ ആസ്വദിച്ച ഒരു പ്രസിഡന്റ് അന്താരാഷ്ട്ര തലത്തിലും അതേ നയമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതമ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ അമേരിക്കയിൽ ഉച്ചത്തിൽ പറഞ്ഞു. ട്രംപിന്റെ സ്വന്തം പാർട്ടിയിലെ പലരും അദ്ദേഹത്തിനൊപ്പം നിന്നു. എങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നു. ഇത് നമ്മളല്ല എന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ള ചിലർ പ്രതികരിച്ചത്. അമേരിക്ക വളരെ കാലമായി നയിച്ച തത്വങ്ങളിൽ നിന്ന് ഏറെ വ്യതിചലിച്ചിരിക്കുന്നു. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതി, ഇറാൻ സൈന്യം ഗണ്യമായി തകർന്നു. ഇസ്ലാമിക മതമൗലികവാദ ഭരണകൂടം ഇപ്പോഴും അധികാരത്തിലുണ്ടെങ്കിലും അവരുടെ പല ഉന്നത നേതാക്കളും ഇതിനകം കൊല്ലപ്പെട്ടു. എന്നാൽ അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ ഇപ്പോൾ പലരും ചോദ്യം ചെയ്യുന്നു. ഇറാന്റെ ആണവായുധ പദ്ധതിയുടെ അടിത്തറയായ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഉപയോഗം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ടോളുകളോ മറ്റ് പണമടയ്ക്കലുകളോ ഇല്ലാതെ ഹോർമുസ് പൂർണ്ണമായി തുറന്നാൽ പോലും പ്രധാന ഭൂരാഷ്ട്രീയ ചെക്ക് പോയിന്റ് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ കഴിവ് അവർ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു. എന്നാൽ ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു താൽക്കാലിക രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഇറാനെതിരെയുള്ള ഒരു മാരക യുദ്ധമായിരുന്നു ഇന്നലെ രാത്രി ലോകം കണ്ടിരുന്നത് എങ്കിൽ എല്ലാ കാലത്തും ഏറ്റവും വെറുക്കപ്പെട്ട ഒരു രാഷ്ട്ര നേതാവായി ഒരുപക്ഷെ ട്രംപ് മാറിയനെ. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഭരണമാറ്റം നേടിയെന്നും പുതിയ കൂടുതൽ ന്യായയുക്തരായ നേതാക്കളുമായുള്ള സംഭാഷണങ്ങൾ തുടരുന്നുവെന്നും ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നു. എന്നാൽ മറുവശത്ത് ഇറാനിൽ തെരുവിലിറങ്ങാൻ ധൈര്യപ്പെടുന്ന ഏതൊരു ഇറാനിയും ഉടൻ തന്നെ വധശിക്ഷ നേരിടേണ്ടി വരുമെന്ന് സ്വന്തം ജനതയെ ഭരണകൂടം ഭയപ്പെടുത്തുന്നു. പുതിയ ഭരണകൂടം അതിൻ്റെ മുൻഗാമിയെപ്പോലെ അത്രയേറെ തീവ്രവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ അണുബോംബ് ലഭിച്ചാൽ ഇസ്രായേൽ ഇല്ലാതാകും, മിഡിൽ ഈസ്റ്റ് ഇല്ലാതാകുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. ആ മഹത്തായ ലക്ഷ്യമാണ് താൻ ഏറ്റെടുത്തത്. എന്നാൽ ഇറാന്റെ പുതിയ മുഖങ്ങൾ പഴയ മുഖങ്ങൾ പോലെയാണ് എന്ന വസ്തുത ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നിൽ നിരത്തുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും അവർ കൈയാളി ലോകത്തെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതിനെതിരെ അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇസ്രായേൽ പറയുന്നു. 6ാം ആഴ്ചയിലേക്ക് കടക്കുന്ന യുദ്ധം തന്ത്രപരമായ പല വിജയങ്ങളും ഇതിനകം ഇസ്രായേൽ കൈവരിച്ചു. പ്രധാന നേതാക്കൾ, കമാൻഡർമാർ, ആണവശാസ്ത്രജ്ഞർ, സൈനിക സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഇതിനകം തകർക്കപ്പെട്ടു. വൈവിധ്യമാർന്ന ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ ദീർഘദൂരവും വിനാശകരവുമായ നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചു. എന്നാൽ മിക്ക മിസൈലുകളും തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം. ഇറാൻ മണ്ണിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന കുർദിഷ് അധിനിവേശം ഫലവത്തായില്ല. മറ്റ് വിമത നീക്കങ്ങൾ ശക്തിപ്പെട്ടില്ല. ഇറാനിയൻ ജനതയോട് നിങ്ങളുടെ സർക്കാരിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നെതന്യാഹു പലവട്ടം ആവശ്യപ്പെട്ടു. എന്നാൽ ജനങ്ങൾക്ക് കാത്തിരിക്കുന്നത് മരണശിക്ഷയെന്ന ഇറാൻ ഭരണകൂടത്തിൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവർ ഭയചകിതരായി. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നുവെന്ന് പലവട്ടം ട്രംപ് ഇറാൻ ജനതയെ ഓർമ്മിപ്പിച്ചിരുന്നു. നിർണായകമായി ഇറാൻ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന 450 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 60% സമ്പുഷ്ടീകരണം ഇതിനകം നടന്നു കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇതേപോലെ നിലനിർത്താൻ അനുവദിച്ചിരുന്നു എങ്കിൽ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു തലമുറയായിരുന്നു ഇസ്രയേലിൽ വളർന്നു വരുന്നത് എന്ന് ഇസ്രയേൽ ഭരണകൂടം ഇപ്പോൾ പ്രതികരിക്കുന്നു. മേഖലയിലെ നിരവധി രാജ്യങ്ങളുമായി ശത്രുത മനോഭാവത്തോടെ ഇറാൻ ഇസ്രായേലിനെതിരായ ഒരു പൊതു യുദ്ധമുന്നണി രൂപീകരിക്കും. ഇപ്പോൾ കുഴിച്ചിട്ടിരിക്കുന്നതോ അല്ലാതായതോ ആയ ഇറാനിയൻ ആണവ പദ്ധതി അവർ പൊടി തട്ടിയെടുക്കും. ഇസ്രായേലിനെതിരെയുള്ള ആത്യന്തിക യുദ്ധത്തിന് അവർ കോപ്പുകൂട്ടും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന് പോയ ഇറാനിയൻ ഭരണകൂടം ഇപ്പോഴും അതേപോലെ അവിടെ തുടരുന്നു എന്ന വിമർശനം അമേരിക്കയിൽ ഉയരുമ്പോൾ മറുവശത്ത് ഇസ്രായേലും സമാനമായ പ്രതികരണമാണ് നടത്തുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായില്ല എന്ന് നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നു. ഒരു ദിവസം മുൻപ് ഇറാനിൽ നിന്ന് തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ ഹൈഫയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ പതിക്കുന്നു. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളെയാണ് ഇസ്രയേലിന് നഷ്ടമായത്. രാഷ്ട്രീയമായി സ്വയം മുറിവേൽപ്പിക്കുന്ന ഒരു പ്രധാന ദൗത്യമാണ് നെതന്യാഹു ഏറ്റെടുത്തത്. തൻ്റെ വക്താവിൻ്റെയും ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെയും രാജി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അമേരിക്ക ഇറാനുമായി ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ള താൽക്കാലിക കരാറിൽ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധം കടന്നു വരുന്നില്ല എന്ന് ഇസ്രയേൽ ഓർമ്മപ്പെടുത്തുന്നു. ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള നടത്തുന്ന ഓരോ നീക്കവും തങ്ങൾ തകർക്കും. ലിറ്റാനി നദിക്കിപ്പുറമുള്ള ഭാഗം ഇസ്രയേലിൻ്റെ ഭൂപ്രദേശമായി, പ്രത്യേകിച്ച് ബഫർ സോണായി കൂട്ടിച്ചേർക്കും എന്ന നിലപാട് ഇസ്രയേൽ ആവർത്തിക്കുന്നു.
ഹോർമസ് കടലിടുക്ക് ഇറാൻ തുറക്കും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ ട്രംപിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു യുദ്ധവിജയം തന്നെ. ഇതൊരു ഇരട്ടവശമുള്ള വെടിനിർത്തലായിരിക്കുമെന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മൾ ഇതിനകം തന്നെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും കൈവരിച്ചു. പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി ഇപ്പോഴും കോമയിലാണ്. 2 ആഴ്ചത്തെ കാലയളവിൽ ഹോർമസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ സാധ്യമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സ്ഥിരീകരിച്ചു. ഇതോടെ വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥയാണ് ഇതെന്ന് വ്യക്തമാണ്. ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഒരേയൊരു നിബന്ധന ഹോർമസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന് തന്നെ. അത്തരമൊരു നിബന്ധന ഇറാൻ അംഗീകരിച്ചു എങ്കിൽ അത് ട്രംപിന്റെ വിജയം. മറുവശത്ത് അസ്വസ്ഥരായ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. എന്നാൽ അമേരിക്കയുടെ കൂടുതൽ സഹായം അവർ പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ ഇറാൻ എന്ന രാജ്യം തങ്ങളെ ആക്രമിക്കാൻ എപ്പോൾ വേണമെങ്കിലും കടന്നുവരാം എന്ന ഭീതി അവരെ വേട്ടയാടുന്നു. ഇന്നലെ സമയപരിധി അടുക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണ സാധ്യത കൂടുതലാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. UAE തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ഭീഷണികൾക്ക് മറുപടി നൽകുന്നുണ്ട് എന്ന അറിയിപ്പും നൽകി. ഏറെ ജാഗ്രതയിലായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഒടുവിൽ നെടുവീർപ്പിട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.